നമസ്കാരം എല്ലാവരും കാറ്റഗറി 3 അതുപോലെ കാറ്റഗറി 4 ഈ രണ്ട് എക്സാമുകൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫൈനലായിട്ട് അല്ലെ ഇന്നിപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ രാവിലെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലത്തെ രണ്ട് എക്സാമുകൾ കഴിഞ്ഞു, കാറ്റഗറി 1ഉം കാറ്റഗറി 2. അപ്പോൾ ആ ഒരു എക്സാം എഴുതി വന്നവരിൽ നിന്നും 2-3 മിസ്റ്റേക്കുകൾ ഇന്നലെ കമൻറ്റുകളിൽ നിന്നും പേഴ്സണൽ മെസ്സേജ് വന്നതിലൂടെയും മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളോട് പെട്ടെന്ന് അറിയിക്കണം ഇന്നലെ വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ 2-3 പ്രശ്നങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ID കാർഡ് എടുക്കാതെ പോയി ഒരാൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിട്ടില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല, അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് എടുത്തു വെക്കുക. ID പ്രൂഫ് ഒറിജിനൽ എന്തായാലും ഉണ്ടാവണം. അത് നിങ്ങൾ എടുക്കാതെ ആരും പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ? രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ OMR ഷീറ്റിൽ ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, ബബിൾ ചെയ്തത് മാറിപ്പോയി. അതായത് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് പോയിട്ട് സെക്കൻഡ് ലാംഗ്വേജിൽ ബബിൾ ചെയ്തു, സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ട് ഫസ്റ്റ് ലാംഗ്വേജിൽ പോയിട്ട് ബബിൾ ചെയ്തു. അങ്ങനെ ലാംഗ്വേജ് മാറിപ്പോയിട്ട് ബബിൾ ചെയ്തിട്ട് ആൻസറൊക്കെ കറക്റ്റ് ചെയ്തു. അതിന് എന്തായാലും OMR വരുമ്പോഴേക്കും അതിൻ്റെയൊക്കെ ആൻസർ പോകും, ഒന്നും വാല്യുവേഷനിൽ വരില്ല. മനസ്സിലായില്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റാണ്, വളരെ പ്രധാനപ്പെട്ട തെറ്റാണ്, വൃത്തിയായിട്ട് ശ്രദ്ധിക്കണത്. പിന്നത്തെ ഒരു കംപ്ലയിൻറ്റ്, ഒരു പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ബബിൾ തീരെ ചെയ്തില്ല. ലാംഗ്വേജ് കൊടുത്തതിൽ ബബിൾ ചെയ്തിട്ടില്ല, ബബിൾ ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അങ്ങനെ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ ബബിൾ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ OMRൽ എന്താണ് അതിൻ്റെ മാർക്ക് പോയി. ചിലപ്പോൾ അത് എന്താവില്ല, വാലിഡ് ആവില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവർ തെറ്റ് വരാതിരിക്കാനാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്. പിന്നെ മറ്റൊരു മിസ്റ്റേക്കായിട്ട് പറഞ്ഞത് വളരെ പ്രശ്നം തന്നെയാണ്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ OMRൽ കംപ്ലീറ്റ് ഒരു സബ്ജക്റ്റ് പോലും ബബിൾ ചെയ്യാൻ വിട്ടുപോയി. അത് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം ടിക്കിട്ട് വെക്കുകയോ ചെയ്ത് അവർ ബബിൾ ചെയ്യാൻ പിന്നീട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും നിങ്ങൾ ടിക്ക് ഇട്ടിട്ടോ മാർക്ക് ചെയ്തിട്ടോ അവിടെ വെക്കാൻ പാടില്ല. ബബിൾ ചെയ്യാനുള്ളത് സ്പോട്ടിൽ ബബിൾ ചെയ്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ വിട്ടുപോയി, ടിക്കിട്ട് വെച്ചു. അതായത് സബ്ജക്റ്റ് ഇപ്പം ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് ലാംഗ്വേജ് അല്ല ഫസ്റ്റ് ലാംഗ്വേജ്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് പ്ലസ് മാത്സ് ഏതാണോ അത് ബബിൾ ചെയ്യുന്നതിന് പകരം എല്ലാം ടിക്കിട്ട് പോയി. പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത് ചെയ്യാൻ വിട്ടുപോയി. വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ടിക്കറ്റ് കണ്ടത്. അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായി. ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ അത് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി ആ തെറ്റുകളൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം. എക്സാം എഴുതുമ്പോഴും ആ എക്സാം ഹോൾ കയറിയത് മുതൽ നിങ്ങൾ മനസ്സിലായ ഒരു ഓർമ്മ ഉണ്ടാവണം ഇന്നെന്തായാലും. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സെൻറ്ററിൽ നമ്മൾ കമൻറ്റ് സെഷൻ നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരു സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടില്ല, ഇൻവിജിലേറ്റർ ഈ പറഞ്ഞ ഹോൾ ടിക്കറ്റിൽ എന്ത് ചെയ്തില്ല, സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല, ആർക്കും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എക്സാം തീരാനാകുമ്പോഴേക്കും നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ളതുകൊണ്ട് ഒരാൾ ചോദിച്ചു ഇങ്ങനെ സൈൻ ചെയ്യാനില്ലേ. അപ്പോഴാണ് ആ ടീച്ചറിനെ സംഭവിച്ചു പോലും ചെയ്യാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും നിങ്ങൾ വീണ്ടും നമ്മൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ രീതിയിൽ സൈനൊക്കെ വാങ്ങിയിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യം നമുക്കാണ്, അവർക്കല്ല. അവർ ചിലപ്പോൾ അത് തിരക്കിനെല്ലൊക്കെ വിട്ടുപോകും. കാരണം അവർ ഈ കാറ്ററ്റ് എക്സാമിന് കൂടുതൽ ഇൻവിജിലേറ്ററായിട്ട് നിന്ന പരിചയങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇത് വല്ലപ്പോഴും നടക്കുന്ന എക്സാം അല്ലേ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഇപ്പം നിലവിൽ അറിഞ്ഞിട്ടുള്ള തെറ്റുകൾ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ തെറ്റുകൾ ഇന്നലെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എക്സാമിന് കയറുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ആരെങ്കിലും കാണുമെങ്കിൽ അവർക്ക് ആ തെറ്റുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ OMRൽ ഒന്നും ടിക്കറ്റ് അവിടെ വെക്കാൻ നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും പറയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫൈനൽ റിവിഷനിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നലെ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ സെറ്റും ആ റാപ്പിഡ് റിവിഷനൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറമേ സൈക്കോളജിന്ന് വരാനില്ല, അതുകൊണ്ടാണ് വരുന്നത്. അല്ലാണ്ട് നമ്മളെ കഴിവ് കൊണ്ട് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളിലും ഉള്ളതുകൊണ്ടാണ് അതിലുള്ള കാര്യങ്ങളെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഫൈനലായിട്ട് പോകുന്ന സമയത്ത് ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിലൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എക്സാം അധികം ടഫ് ആവാനുള്ള സാധ്യത ഒന്നുമില്ല. കാറ്റഗറി 4 ഒക്കെ ഇന്നലെ വന്ന അതേ ബേസിൽ തന്നെ ഉണ്ടാവുക, 1 2 ഒക്കെ ലെവലിൽ തന്നെ ഉണ്ടാവുക. പിന്നെ കാറ്റഗറി 3 സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് വന്നിരിക്കും, കുറച്ച് ഒരു ലെവൽ കൂടും. കാരണം ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. കുറച്ചും കൂടി ലെവൽ എന്തായാലും ഉറപ്പായിട്ടും കൂടും. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ഓപ്ഷൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രം മനസ്സിലേക്ക് എത്തുക. പിന്നെ എപ്പോഴും ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്, ടൈമിൻ്റെ പ്രശ്നം ആരും കമൻറ്റൊന്നും ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ അതാണ് ടൈമിൻ്റെ ഒരു പ്രശ്നമാണ് സാധാരണ കാണാറുള്ളത്. ഈ സമയം കിട്ടില്ല. പക്ഷേ അത് കൃത്യമായിട്ട് എല്ലാവരും കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആരും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വായിച്ചു നോക്കുക. എന്നിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പെട്ടെന്ന് ബബിൾ ചെയ്യുക, തെറ്റിക്കാതെ ബബിൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകാൻ. പിന്നെ OMR ഒക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. OMR ഷീറ്റിൽ 0 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ നമ്പറൊക്കെ കൃത്യമായിട്ട് ആദ്യം ഒന്ന് ടിക്കറ്റ് പോയിട്ട് പിന്നെ സ്പോട്ടിൽ ബബിൾ ചെയ്ത് പോവുക. ഇത് നമ്മുടെ രജിസ്റ്റർ നമ്പറും റോൾ നമ്പറൊക്കെ ബബിൾ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. പിന്നെ സബ്ജക്റ്റ് ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട് നാളെ കാറ്റഗറി 3 4 ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ലാംഗ്വേജ് അല്ല.
ഓക്കെ, അത് ചിലപ്പോൾ കുറേ ആൾക്കാർ തെറ്റിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കണം. അത് ലാംഗ്വേജ് വേറെ തന്നെ അതിൽ കാണും, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നൊക്കെ കാണിക്കും. ഓപ്ഷൻ സബ്ജക്റ്റ് വെച്ചാൽ നിങ്ങളെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അതാണ്. അതായത് ഇപ്പോൾ മാത്സിലെ ഒരാളാണെങ്കിൽ കാറ്റഗറി 3 എഴുതാൻ പോകുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ ഓപ്ഷനിൽ. അല്ല അതിന് സോഷ്യൽ സയൻസ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്റ്റ് സോഷ്യലാണ്. ഇംഗ്ലീഷ് BEd ഒരാളാണെങ്കിൽ ഓപ്ഷനിൽ ഇംഗ്ലീഷാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റാണ് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അത് മാറിപ്പോകാൻ പാടില്ല. അതൊക്കെ തെറ്റ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ OMRൽ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ചെയ്യാനുണ്ട്, ഹോൾ ടിക്കറ്റിലും ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ചെയ്യാനുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ടൈം നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് അവസാനമാകുമ്പോഴേക്കും സമയം കിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 150 ചോദ്യങ്ങളും ഉറപ്പായിട്ടും ബബിൾ ചെയ്യണം. ഒരു ചോദ്യം പോലും അവിടെ വിടാൻ പാടില്ല. 150 ചോദ്യങ്ങളും ഉറപ്പായിട്ട് ബബിൾ ചെയ്യുക. ഒരെണ്ണം പോലും വിടാൻ പാടില്ലെന്ന് പറയാൻ കാരണം ആ ഒന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കറക്കി കുത്തുക, എന്തായാലും കിട്ടാനില്ല, നെഗറ്റീവ് മാർക്കും ഇല്ല. അപ്പോൾ വെറുതെ വെച്ചിട്ട് വരേണ്ട, എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ബബിൾ ചെയ്ത് വെക്കുക. ചിലപ്പോൾ അത് ശരിയായേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടും, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ തെറ്റായാലും പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ബബിൾ ചെയ്ത് വെക്കുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ടൈം എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ സ്പീഡ് പോയിട്ട് കുറച്ച് സമയം അവസാനം മാറ്റി വെക്കാൻ പറ്റണം. പിന്നെ മഴയൊക്കെയാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ. അതിൻ്റെ അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാനും റെഫർ ചെയ്യാനൊക്കെ പറ്റും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് പറയാൻ കാരണം വെച്ചാൽ എററും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങളായിട്ട് ഇനി ഒരു തെറ്റുകളൊന്നും വരുത്താൻ പാടില്ല. OMRൽ മാർക്കൊക്കെ ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ OMRൽ പോയിട്ട് എന്ത് ചെയ്യണം, ബബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻ കിട്ടി, പിന്നത്തൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നേരെ പോയിട്ട് നമ്പർ മാറിയിട്ടൊക്കെ മാർക്ക് ചെയ്താൽ ചിലപ്പോൾ അറിയുന്ന മാർക്കും കൂടെ നമ്മളെ എഴുതി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, മനസ്സിലായില്ലേ? അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഉറപ്പായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം കഴിഞ്ഞപാടെ എങ്ങനെയുണ്ട് അഭിപ്രായം കൃത്യമായിട്ട് പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നിപ്പോൾ ഞാൻ കമൻറ്റ് മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഏതൊക്കെയോ ആൻസർ കീ നമ്മൾ ഇടുന്നതും മറ്റുള്ള ആളുകൾ ഇടുന്നൊക്കെ ആയിട്ടുള്ള ആൻസർ കീ അൺഒഫീഷ്യലായിട്ടുള്ള കീ ഒക്കെ വെച്ചുകൊണ്ട് മാർക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇത്തവണയും 5 മാർക്കിന് പോയി, 2 മാർക്കിന് പോയി, 3 മാർക്കിന് പോയി, അല്ല 90 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ക്വാളിഫൈ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങളെങ്കിലും, അതായത് നാളെ എക്സാം നാളെ അല്ലെങ്കിൽ നാളെ വരില്ല, എന്തായാലും ഒരാഴ്ച എന്തായാലും ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പരീക്ഷാ ഭവൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരാനുണ്ട്. ആ പ്രൊവിഷണൽ ആൻസർക്ക് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വാല്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തി മാർക്കൊക്കെ നോക്കുക. ഇപ്പം ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണമെങ്കിൽ ഒരാൾക്കാർ എന്താണ് ആൻസർ പറയുന്നതിൽ മാത്രം ചെക്ക് ചെയ്യാന്നേ ഉള്ളൂ. ഒരിക്കലും മാർക്ക് കൂട്ടാൻ പാടില്ല. കാരണം ഇപ്പോൾ കൂട്ടുന്ന മാർക്കൊന്നുമല്ല ഇനി വരാൻ പോകുന്നത്, അതെന്തായാലും മാറും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണം. എക്സാം വരിക, നിങ്ങൾ പോയിട്ട് വരിക, വെറുതെ ആൻസർ കീ ഒക്കെ നോക്കുക, അവിടെ വെക്കുക. അല്ലാതെ കൂട്ടാനോ കുറക്കാനോ ഒന്നിനും നിൽക്കേണ്ട, അത് പിന്നീട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്.